ബിനീഷ് കോടിയേരിയുടെ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ന് സഖാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് എന്നുള്ളതാണ് ഏതാണ്ട് 46 മിനിറ്റ് മുമ്പുള്ള ആ പോസ്റ്റിലുള്ളത്. രണ്ടാമത്തേത്, പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല, മടിയിൽ കനമില്ലാത്ത സഖാവാണ് പിണറായി വിജയൻ, മരണം വരെ അദ്ദേഹം CPM ആയിരിക്കും. വല്ല കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയാൽ ED പോരുന്ന വഴി BJPക്ക് നേതാവിനെയും കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നടത്തിയ മോദിയും VD സതീശനും കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവച്ചാണ് ബിനീഷ് കോടിയേരി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ പുരോഗമിക്കുന്നത്. ഡാനി, തുടരാം. ഏതായാലും തുടക്കം മുതൽ തന്നെ ഇഡിയുടെ അന്വേഷണത്തെ തുടക്കം മുതൽ തന്നെ CMRL എതിർത്തിരുന്നു. അതിനൊരു പ്രധാന കാരണമായി അവർ പറഞ്ഞിരുന്നത് ഇതിൽ യാതൊരു രീതിയിലുള്ള ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല, ഇത് തീർത്തും നീതീകരിക്കാനാവാത്ത കാര്യമാണ്, രണ്ട് ഏജൻസികൾ ഒരു കാര്യം സംബന്ധിയായി അന്വേഷണം നടത്തുന്നതെന്നാണ്. കാരണം SFIO എന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കമ്പനി ആക്ട് പ്രകാരം അന്വേഷണം നടത്തുന്നുണ്ട്. മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് പറയുന്നത്, വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ്. ഇപ്പോൾ രണ്ട് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. VV അരുൺ തുടരുന്നുണ്ട്. അരുണ്, മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും കോഴിക്കോട് റെയ്ഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന തരത്തിൽ, കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ എത്തിക്കും, സംശയമില്ല. മുഹമ്മദ് റിയാസിൽ നിന്നുണ്ടായിരിക്കുന്നത്. CPM ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്ന സൂചന അതിനെ കാണണം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അല്പസമയത്തിനകം CPMന്റെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാനും സാധ്യതയുണ്ട്, ചേർന്നുവെന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളഞ്ഞിട്ട് അടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിനർത്ഥം ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്ന CPM കാണുന്നു. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ മുഹമ്മദ് റിയാസിന് അത്തരമൊരു ഫേസ്ബുക്ക് കുറിപ്പിടുമ്പോൾ സ്വാഭാവികമായും നേരത്തെ CPM എടുത്ത അതേ സ്റ്റാൻഡിലേക്ക് തിരികെ എത്തുകയാണ്. വീണ വിജയനെതിരെ അന്വേഷണം വരുമ്പോൾ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ പ്രേരിത നീക്കമാണ്, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കാൻ മകളിലൂടെ ശ്രമിക്കുന്നുവെന്ന ആരോപണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ നേരത്തെ ഉന്നയിച്ചതാണ്. അതേ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാൻ CPM തയ്യാറെടുക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി മുഹമ്മദ് റിയാസിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് കാണേണ്ടതുണ്ട്. AK സെന്ററിൽ കൂടി ഒരുപക്ഷെ ഇത് അല്പസമയ നേതാക്കളുടെ പ്രതികരണങ്ങളും ഉണ്ടായേക്കാം. നേരത്തെ ഇവിടെ എത്തിയത് CPMന്റെ സംസ്ഥാന സമിതി അംഗമായ സജീവൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നേതാക്കൾ ആരും ഇവിടെ എത്തിയതില്ല. പക്ഷേ ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പോടുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. CPM ഇതിനെ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്, പിണറായി വിജയൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര നീക്കമായി തന്നെയാണ് കാണുന്നത്. ആദ്യഘട്ടം മുതൽ CPMന്റെ നിലപാട് അതായിരുന്നു. വീണ വിജയൻ എന്ന വ്യക്തിയിലേക്ക് എന്തിന് അന്വേഷണം വരണം, നിയമപരമായ ജോലി ചെയ്തു, അതിന് നിയമപരമായ കൂലി വാങ്ങി, പ്രതിഫലം വാങ്ങി, അപ്പുറത്തേക്ക് ഒരു കള്ളപ്പണ ഇടപാടും നടന്നിട്ടില്ല, എങ്ങനെയെങ്കിൽ നികുതി അടയ്ക്കുമെന്ന് ചോദ്യം CPM ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയനിലേക്ക് അന്വേഷണം വരുന്നത് പിണറായി വിജയൻ എന്ന CPMന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ അന്നത്തെ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് CPM ആ ഘട്ടത്തിൽ നിലപാടെടുത്തതാണ്. ആ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നെന്ന് വേണം ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പോടുകൂടി മനസ്സിലാക്കേണ്ടത്. ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനമെടുക്കുന്നു എന്ന സൂചനയായി തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. CPM denounces the ED raid on Comrade Pinarayi Vijayan's residence. This is targeted attack on a top opposition leader by the BJP government. Such actions will not intimidate Pinarayi Vijayan or the CPIM. Is the UDF government is complicit in this raid? അതായത് ഈ പറഞ്ഞതുപോലെ BJP ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികാര നടപടികൾ ഒന്നായി ഇതിനെ CPM കാണുന്നു. ആ തരത്തിൽ CPM നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുമെന്ന സംശയമില്ല. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗമടക്കം അല്പസമയത്തിനകം ചേരും. ടാർഗറ്റഡ് അറ്റാക്കാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ടോപ്പ് ഓപ്പോസിഷൻ ലീഡർ ബൈ ദ BJP ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ പ്രതികാര നടപടി, രാഷ്ട്രീയമായ ആക്രമണം എന്ന് തന്നെയാണ് CPM ഇതിനെ കാണുന്നത്. അപ്പോൾ പിണറായി വിജയന് CPMന്റെ പിന്തുണ ലഭിക്കുന്നു ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ, തീർച്ചയായിട്ടും സ്വാഭാവികമാണത്. CPMന്റെ ഏറ്റവും
മുതിർന്ന നേതാവാണ്, ഏറ്റവും സീനിയർ നേതാവാണ്, 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആളാണ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ വസതിയിൽ ഇത്ര വലിയൊരു കേന്ദ്ര ഏജൻസിയുടെ പരിശോധന നടന്നിട്ടും ഇത്രയും മണിക്കൂറുകൾ CPM-ന്റെ പ്രതികരണം ഉണ്ടാകാത്ത തികച്ചും അസ്വാഭാവികമായിരുന്നു. എന്തുകൊണ്ട് CPM നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണമായി എത്തുന്ന ചോദ്യം ശക്തമായി ഉയർന്നു വന്നതാണ്. അതിനുള്ള മറുപടിയായി കൂടി CPM-ന്റെ ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റ്മെന്റിനെ കാണണം. മുഹമ്മദ് റിയാസിന്റെ മാത്രമല്ല CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഈ പ്രസ്താവനയും അങ്ങനെ തന്നെ കാണണം. പിണറായി വിജയനെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള ശ്രമമാണ്, പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. അത് ആ രീതിയിൽ പ്രതിരോധിക്കുമെന്ന് തന്നെ CPM വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് അത്തരമൊരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വളരെ കൃത്യമായി രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഷോൺ ജോർജ് SFIO കേസുമായി ബന്ധപ്പെട്ട് 3 മണിക്കൂർ കോടതികളെ സമീപിച്ച ഷോൺ ജോർജ് ഇപ്പോൾ പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.